എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓണം അടിച്ചു പൊളിച്ചു എന്ന് തോന്നുന്നു. എല്ലാവരും ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. വേറെ ഒന്നുമല്ല, നമുക്ക് നേപ്പാളിലെ ചരിത്രം തന്നെ എടുത്ത് നോക്കാം. അവിടെ തൊട്ട് നമുക്ക് നോക്കാം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഒരു കാർട്ടൂണിസ്റ്റ് പറഞ്ഞിരിക്കുന്നൊരു വാക്ക്. പുള്ളി കാർട്ടൂണിലൂടെ വരച്ചാണ്. അവിടെ മഞ്ഞാണ് പ്രശ്നമെങ്കിൽ നമ്മുടെ ഇവിടെ ജലമാണ് പ്രശ്നമെന്ന് പറയുന്നത്. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ വിഷയം തന്നെയാണ് പുള്ളി എടുത്തിട്ടിരിക്കുന്നത്. ഈ ഭൂമിയിൽ സംഭവിക്കുന്നതൊന്നും നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിട്ടല്ല സംഭവിക്കുന്നതെന്ന്. അത് വളരെ കൃത്യമായിട്ട് പ്രകൃതി എന്ന ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ പ്രതിഭാസമാണ്. ഇടുക്കി മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞാൽ മുല്ലപ്പെരിയാർ ശരിക്കും ഒരു ജല ബോംബ് തന്നെയാണ്. നമ്മൾ ഇനി അത് വൈകിച്ചുകൂടെ ഒരിക്കലും. ഇപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡാമിൻ്റെ പൊക്കം കൂട്ടും. ഡാമിൻ്റെ പൊക്കമല്ല, അതുപോലെ ഈ വെള്ളത്തിൻ്റെ പൊക്കം കൂട്ടും. അതുപോലെ തന്നെ ഉടനെ ഒന്നും പണിയൊന്നുമില്ല മുല്ലപ്പെരിയാർ. അത്ര ധാർഷ്ട്യത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം എത്രയുണ്ട്? രാഷ്ട്രീയക്കാർ ഇഷ്ടംപോലെ ഭരണപക്ഷം കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ മാറി മാറി ഭരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ചങ്കുറപ്പോടെ പറയാൻ ഞങ്ങളുടെ മണ്ണിനകത്ത് ഞങ്ങളുടെ ഇത് പണിയുന്നതിനകത്ത് ഇന്ന് ഒരു ഇതുപോലും വെച്ചിട്ടില്ല. ഇത് ജനങ്ങളുടെ ഒരു ആശങ്കയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളോട് പറഞ്ഞിട്ടല്ല ഒരു ഭൂചലനം വരുന്നത്, നമ്മളോട് പറഞ്ഞിട്ടൊന്നുമല്ല ഒരു ഭൂചലനമൊക്കെ വരുന്നത്. അപ്പം ജനങ്ങളുടെ ആശങ്ക അകറ്റുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വമാണ്. അതായത് രാഷ്ട്രീയത്തിൽ കയറി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ആശങ്ക അകറ്റുക എന്നുള്ളതാണ്. അതിന് കേന്ദ്ര രാഷ്ട്രീയമോ ദേശീയ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ആശങ്കയാണ് ഏറ്റവും വലിയ ഇത്. അതാരാണെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാർ അത് കൃത്യമായിട്ട് ചെയ്യുക തന്നെ വേണം. കാരണം 100 വർഷം കഴിഞ്ഞ മുല്ലപ്പെരിയാറൊക്കെ ഡീകമ്മീഷൻ ചെയ്യേണ്ട സമയം കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ ഇടുക്കി ഡാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഡാമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാം എന്നൊക്കെ പറയുന്നത് ഇടുക്കി ഡാമാണ്. അപ്പോൾ ഒരു ഭൂചലനമൊക്കെ ഇവിടെ ഒരു കാലത്തെ സ്ഥിതി നയിച്ചു. ഈ കേരളം തന്നെ കാണും, കാരണത്തില്ല. ഭൂചലനം നമ്മളോടൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്, അല്ലല്ലോ. അവിടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് വെച്ച് വലിയ കുറേ മരണങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ളൂ. എന്നാൽ പോലും നമ്മുടെ ഇവിടെ ഒരു കാണത്തെ സ്ഥിതി നടിച്ചിരിക്കുന്നു. ഈ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയിലത്തെ സ്ഥിതി നടിച്ചിരിക്കും. എത്രയോ ലക്ഷങ്ങളായിരിക്കും മരിക്കുന്നതെന്നറിയും. ലക്ഷക്കണക്കിന് ആൾക്കാരായിരിക്കും മരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മുല്ലപ്പെരിയാറിൻ്റെ വിഷയത്തിൽ അടിയന്തര പ്രമേയം വെക്കണം, അടിയന്തര ചർച്ച വെക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു സിനിമാ നടൻ എന്ന് പറഞ്ഞ വ്യക്തി പുള്ളി കേരളത്തിലോട്ട് വിജയുടെ പാർട്ടി കൊണ്ട് വരികയാണ്. അതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് കേരളത്തിനെ ധിക്കരിച്ച് ഇത്ര ധാർഷ്ട്യത്തോടെ പറഞ്ഞൊരു വ്യക്തിയാണ് വിജയ് നോർത്തോണം. ഞങ്ങൾ മുല്ലപ്പെരിയാറിൻ്റെ ഖനയാടി വെള്ളം ഞങ്ങൾ പൊക്കുകയാണ്, 144 ആക്കുകയാണ്, അതുപോലെ തന്നെ അത് പണിയുന്നില്ല എന്നൊക്കെ ധാർഷ്ട്യത്തോടെ പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ് വിജയ്. ആ വിജയുടെ പാർട്ടിക്കുണ്ട് ഒരു സിനിമാ നടനാണ്, കേവലം ഒരു സിനിമാ നടനാണ് കേട്ടോ. അല്ലാതെ ഇവിടെ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പുള്ളി സേവന പ്രവർത്തനം ചെയ്തെന്ന് എൻ്റെ ഒരു അറിവിലൊന്നുമില്ല. കാരണം സേവന പ്രവർത്തനം ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ബോച്ചയാണേലും എന്താണെങ്കിലും ആയിക്കോട്ടെ, ബോച്ചയൊക്കെ ഇഷ്ടംപോലെ സേവന പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് പോട്ടെ, കേരളത്തെ ധിക്കരിച്ച ഒരു വ്യക്തിയോട് ഇവിടെ പ്രസ്ഥാനം കൊണ്ടുവരികയാണ്. ഇനിയും ഇവിടെ അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതവരുടെ വ്യക്തിപരമായ കാര്യമാണ്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിനോട് എൻ്റെ ഒരു അപേക്ഷയാണ്, അഭ്യർത്ഥനയാണ്. പ്രകൃതി ദുരന്തങ്ങൾ എവിടെ എപ്പം വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതാണ്. 100% ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന്. കാരണം
ഇടുക്കിയും പരിസര പ്രദേശങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട് ഭൂമി കുലുക്ക സാധ്യത ഉള്ള പ്രദേശങ്ങളാണ്. പല പ്രാവശ്യം പാല അടക്കമുള്ള പ്രദേശങ്ങൾ കുലുങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം ജനങ്ങളുടെ ആശങ്കയായിട്ട് മുല്ലപ്പെരിയാർ വിഷയം ഫസ്റ്റ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് മുല്ലപ്പെരിയാറാണ്. അത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.